പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാർച്ച് 27-ന് റിലീസ് ചെയ്ത എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ ഇത് വേറൊരു പേഴ്സ്പെക്റ്റീവിലുള്ള വീഡിയോ ആണ്. ആ സിനിമ കണ്ട് ആ ഒരു ദിവസം ഞാൻ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിൽ വന്നിട്ട് കുറെ പേര് കുറെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ട കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും എന്റെ അഭിപ്രായങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ എമ്പുരാൻ സിനിമ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരിക്കും, ബ്രഹ്മാണ്ഡ സ്റ്റൈലൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ ലാലേട്ടന്റെ പെർഫോമൻസ് അതുപോലെ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് അതൊക്കെ എനിക്ക് വൻ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തു. സോ സിനിമ എനിക്ക് വർക്കായില്ല. അങ്ങനെ ഞാൻ റിവ്യൂ ചെയ്തു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും ചേർന്ന് തന്നെ ഒരു സംഖ്യയാക്കി മാറ്റിയിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് ഒരിടത്ത് പോലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും പറയാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് കൂടിയും കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന ടെക്നിക്കൽ സൈഡും മറ്റൊക്കെ വെച്ച് പറഞ്ഞിട്ട് പോലും ആ സിനിമയുടെ കമന്റ് ബോക്സിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ സംഖ്യയായി മാറി കഴിഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിനേക്കാൾ കൂടുതൽ റീച്ച് എനിക്ക് ഫേസ്ബുക്കിൽ ഉള്ളത് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഓക്കെ, അത് ഞാൻ വിട്ടുകളഞ്ഞു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം സംഖ്യ ആവട്ടെ അല്ലാതിരിക്കട്ടെ, അതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമല്ല. ഇവർ പറയുന്നത് എന്നെയും ബാധിക്കുന്ന കാര്യമല്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അതിന്റെ ബാക്കിയായിട്ട് വീണ്ടും ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തു പിറ്റേ ദിവസം. അതിനകത്തും ഞാൻ സംഖ്യയാണെന്ന് പറയുന്നില്ല, വളരെ നിഷ്പക്ഷമായിട്ട് ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. യാതൊരു വിധത്തിലും ഞാൻ അതിനോട് പ്രതിപത്തി കാണിക്കാറില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും എന്നെ പിന്താങ്ങിയിട്ടില്ല. ഞാൻ സിനിമ കാണുന്നതും സിനിമയുടെ റിവ്യൂ ചെയ്യുന്നതും ഒക്കെ എന്റെ താല്പര്യം കൊണ്ടാണ്. അല്ലാണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മുമ്പിൽ പോയിട്ട് മുട്ടുമടക്കി നിന്നിട്ട് അവരുടെ ആശയങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തുറന്നു പറയും. എനിക്ക് ആ കാര്യത്തിൽ പേടിയുമില്ല. പക്ഷെ ഞാൻ അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടൊരു പോസ്റ്റ് കൊടുക്കുകയാണ്. ആ പോസ്റ്റിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഞാൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല, പരോക്ഷമായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അതേസമയം തന്നെ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തർക്കങ്ങളിലൊക്കെ എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, നിലപാടൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ഓരോ പോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യും തോറും ആളുകൾ എന്നെ കൂടുതലായിട്ട് സംഖ്യ എന്ന് പറയാൻ തുടങ്ങി. ഈ സംഖ്യ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഞാൻ സംഖ്യ ആണെങ്കിലും അല്ലെങ്കിലും ശരി, അത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ മാത്രമുള്ള ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊരു വ്യക്തിയുടെ പൊളിറ്റിക്സ് എന്താണെന്ന് ഞാൻ നോക്കാറില്ല. ഇനി മറ്റൊരു വ്യക്തിയുടെ പൊളിറ്റിക്സ് എന്തായാലും ശരി, ആ പൊളിറ്റിക്സ് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ വ്യക്തി എന്നോട് എങ്ങനെയാണെന്നാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. സോ അയാൾ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത പക്ഷം അയാൾ എനിക്കൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ പരിചയക്കാരനോ ഒക്കെ ആയിരിക്കും. അയാൾ ഞാൻ മാനുഷികമായിട്ട് പരിഗണിക്കും. അത്രയൊക്കെ കണ്ടാൽ മതി. പക്ഷെ ഇതെന്ത് ചെയ്തു, ഈ സംഖ്യയാണെന്നുള്ള സംഭവം പറഞ്ഞിട്ട് സിനിമയെ ഞാൻ തകർക്കാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ള ഒരു നിലയ്ക്ക് എല്ലാവരും ചേർന്നിട്ട് എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഈ തെറി വിളിക്കാൻ വരുന്നവരൊക്കെ അവർ എപ്പോഴും ഇടത് ടീംസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവര് വന്നിട്ട് ഇവര് പറയുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവരുടെ ഭാഷ മാറാൻ തുടങ്ങി. എന്നെ മൊത്തത്തിൽ തെറി വിളിക്കുന്നു. ഇതിൽ എല്ലാവരും പെടുന്നുണ്ട്. ആരൊക്കെ വരുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് അസഹിഷ്ണുതയോട് കൂടിയിട്ട് ഇവർ പെരുമാറാൻ തുടങ്ങി. അത്രയും ചീത്തവിളിയൊക്കെ കൂടി വന്നു. കുറച്ചാണ് എന്റെ ഇൻബോക്സിലേക്ക് തെറിവിളി തുടങ്ങുന്നു. അപ്പോൾ ആലോചിക്കണം, ഞാൻ ഒരിടത്ത് പോലും വിദ്വേഷ പ്രചരണം നടത്തുന്ന പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യം, സംഖ്യയാണെന്ന് സമർത്ഥിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് കൂടിയും എന്നെ അവരുടെ പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ വരികയാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാടില് ആ സിനിമ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ സിനിമ പറയുന്ന വിഷയമുണ്ട്, ഗുജറാത്തിലെ കലാപം. പക്ഷെ ഗുജറാത്തിലെ കലാപത്തിന് തൊട്ട് മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നില്ല. ഒരു സൈഡ് പറയുന്നുവെങ്കിൽ അവർ മറ്റേ സൈഡ് കൂടി വ്യക്തമാക്കണമായിരുന്നു. പക്ഷെ അത് ക്ലാരിറ്റി വരാത്തത് കാരണമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇത്രയേറെ വിവാദം വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഈ രണ്ട് സൈഡ് കാണിച്ചാലും ഇല്ലേലും ശരി, എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ രണ്ട് വശത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പം ഗുജറാത്ത് കലാപമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പുറത്തുള്ള സംഭവമാണെങ്കിലും ഒക്കെ ശരി, ഇതൊന്നും ഒരിക്കലും നടക്കാനേ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ സംഭവിച്ചു പോയി. ഏതായാലും അത് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചരിത്രത്തെ വളച്ചൊടിക്കാതെ വ്യക്തവും കൃത്യവുമായിട്ട് പറയണം. മറ്റുള്ളവർക്ക് കൂടി ക്ലാരിറ്റി കിട്ടുന്ന വിധത്തിൽ കാര്യത്തെ പറയണം. ആ ഒരു സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച ചരിത്രം അനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയ ചരിത്രം അനുസരിച്ച് ഗോത്ര എന്ന് പറയുന്ന സംഭവം അപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ അത്തരം ആശയങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഗോത്ര സംഭവങ്ങളോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ സിനിമ റിവ്യൂ ചെയ്യാൻ വരുന്നു, സിനിമ റിവ്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ ഇടുന്ന പോസ്റ്റുകളുടെ പുറത്ത് ഞാൻ സംഖ്യയാണെന്ന് ആരോപിച്ചിട്ട് എല്ലാവരും വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്. അത് ഒരു പരിധി കഴിഞ്ഞ് ഇൻബോക്സും കഴിഞ്ഞ് എന്നെ വ്യക്തിപരമായിട്ട് എന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഈ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം,
ഞാൻ സംഖ്യ ആവട്ടെ അല്ലാതിരിക്കട്ടെ, കമ്മിയാവട്ടെ അല്ലാതിരിക്കട്ടെ, എന്തോ ആയാലും ശരി, എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രാഷ്ട്രീയം എന്തായാലും ശരി, അത് മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് അസഹിഷ്ണുത ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഒരു വ്യക്തി എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണം, പുള്ളിക്ക് എന്നെ പറഞ്ഞ് തിരുത്തണം എന്നുള്ള മനോഭാവമാണ്. ഞാനൊരു മുതിർന്ന വ്യക്തിയാണ്, എനിക്ക് എന്റേതായിട്ടുള്ള ഏത് തരം കാഴ്ചപ്പാടാണെങ്കിലും ശരി, അത് എന്റെ വായനയിൽ നിന്നും എന്റെ യുക്തിയിൽ നിന്നും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ മുതിർന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയം പഠിപ്പിക്കാനും അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ഇവരുടെ അസഹിഷ്ണുത സംഭവം എവിടുന്ന ഉണ്ടാവുന്നുള്ളത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഈ വ്യക്തികളോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് വിഷയം മാറ്റി പിടിക്കാന്നൊക്കെ പറയുന്നെങ്കിലും അവരാരും തയ്യാറാവുന്നില്ല. അവരെന്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല ആരോടും സംസാരിക്കാൻ. റിവ്യൂ പറയുന്നു, എനിക്ക് തോന്നിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ജെന്യുവൻ ആയിട്ട് പറയുന്നു എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് താല്പര്യമില്ല. സോ ഈ ഒരു വിഷയം പറഞ്ഞ് ഓരോ ബന്ധങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അതേസമയം തന്നെ ഒരു സൈഡിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ച ജീവിതം, എന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ അറിവുകൾ, എന്റെ ലൈഫിലെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ എല്ലാത്തിനെയും റദ്ദ് ചെയ്യുന്ന വിധത്തില് ഞാനൊരു സംഖ്യയാണെന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അയാളെ സംഖ്യയാക്കാന്ന് പറയുന്ന മനോഭാവം എവിടെ നിന്നാണ് വരുന്നത്? അത് എന്ത് മനോഭാവത്തിന്റെ പുറത്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്ത് അഭിപ്രായം പറയുമ്പോഴും മറുവശത്ത് നിൽക്കുന്ന ആളുകളെ അവരുടെ പൊളിറ്റിക്സിനെ തൃപ്തിപ്പെടുത്തുന്ന അഭിപ്രായം അല്ലെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ സംഖ്യ എന്നുള്ള പേര് കൊടുക്കുകയാണ്, ആധികാരികമായിട്ട് സ്ഥാപിക്കും. ഇനി സംഖ്യയാക്കിയാലും അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഒരു രാജ്യദ്രോഹിയാണെന്നുള്ള നിലയ്ക്കായിരിക്കും പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് സമീപിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല, നമ്മൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണെന്നുള്ള രീതിക്ക് വളഞ്ഞിട്ട് ആക്രമിക്കും. എന്നിട്ട് ഇവർ പറയും നിങ്ങൾ സംഖ്യകൾ ഫാസിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഖ്യയുമല്ല, ഞാൻ കമ്മിയുമല്ല, ഞാൻ ആരുമല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളെയും കാണുന്ന, എന്റെ അറിവും യുക്തിയും വെച്ച് അതിനെ സമീപിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് വന്ന് നിങ്ങൾ സംഖ്യയാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് അവര് അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക, തെറി വിളിച്ചുകൊണ്ട് നമ്മളെ പൊളിറ്റിക്സ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഈ പറയുന്ന സംഘികൾ ഫാസിസ്റ്റ് ആണെന്ന് പറയുന്ന അതേ സ്വഭാവം തന്നെയല്ലേ ഇവരും പ്രകടമാക്കുന്നത്. ഇവരും ഫാസിസ്റ്റ് അല്ലേ കാണിക്കുന്നത്? മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ വന്ന് തലയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണിത്. ഒരാൾ അയാളുടെ രാഷ്ട്രീയം തുറന്നു പറയാത്തപ്പോൾ, ആധികാരികമായിട്ട് ഇതാണെന്ന് സമർത്ഥിക്കാത്തൊരു അവസരത്തിൽ മറ്റുള്ളവർ കടന്നു കൂടിയിട്ട് അയാൾ ഇന്ന രാഷ്ട്രീയമാണെന്ന് പറയുന്നത് പോലും തെറ്റാണ്. ഒരാളുടെ പൊളിറ്റിക്സ് അയാളുടെ ചോയ്സ് ആണ്. അയാളുടെ പൊളിറ്റിക്സ് എന്തായാലും ശരി, ആ ഒരു പൊളിറ്റിക്സിനെ തെറി വിളിച്ചുകൊണ്ട് ആ ഒരു പൊളിറ്റിക്സിനെ വായ തോന്നി വൃത്തികേട് പറഞ്ഞ് കൂട്ടമായിട്ട് ആക്രമിക്കുന്നത് വേറെ പ്രശ്നമാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന സംഭവത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ മാത്രം കാര്യമാണ്. എന്റെ പൊളിറ്റിക്സ് വെച്ച് ഞാൻ വിദ്വേഷ പ്രചരണം നടത്താത്ത പക്ഷം, ഞാൻ ആ പൊളിറ്റിക്സ് വെച്ചിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത പക്ഷം, അതൊന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളല്ല. എന്റെ പൊളിറ്റിക്സ് എന്തായാലും ശരി അവരുടെ വീട്ടിൽ അടുപ്പൊക്കെ പുകയുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ എന്റെ പൊളിറ്റിക്സ് ആരെയും ബാധിക്കാത്ത ഒരു സമയത്ത് എന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ വരിക, മറ്റുള്ളവർ അതിന്റെ പേര് പറഞ്ഞ് ആധികാരികമായിട്ട് സമർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആക്രമിക്കുക എന്ന് പറയുന്ന സംഭവം ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഹരീഷ് പേരടി ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമൂഹത്തിൽ ചേരി തിരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഈ പോസ്റ്റിനകത്ത് പറയുന്ന സംഭവങ്ങൾ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി സഖാവെ, ഒരു കലാസൃഷ്ടിയുടെ പേരിൽ സമാനതകളില്ലാത്ത രീതിയിൽ സമൂഹം രണ്ടായി നിന്ന് പോരാടുന്ന അപകടകരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തുടരുന്നത്. ഇതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാനുള്ള സമയമല്ലിത് എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമൂഹം ചേരി തിരിയുന്നു എന്ന്. ഈ സമൂഹം ചേരി തിരിയുന്നു എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന സംഭവം. ഒരാള് ഈ പറയുന്ന പോലെ അയാളുടെ വെളിപ്പെടുത്താത്ത രാഷ്ട്രീയം, അത് കമ്മിയാവട്ടെ, സംഖ്യയാവട്ടെ, സുഡാപ്പിയാവട്ടെ, എന്തോ ആവട്ടെ, ഏത് രാഷ്ട്രീയമായാലും ശരി, ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതാണ് നിങ്ങളെന്ന് പറഞ്ഞ് സമർത്ഥിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ആധികാരികമായിട്ട് സമർത്ഥിക്കുക, അയാൾ ഇത്രയും കാലം ജീവിച്ച അയാളുടെ ലൈഫിനെ, അയാളുടെ മൊത്തം കാഴ്ചപ്പാടുകളെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ അയാളുടെ രാഷ്ട്രീയം ഇതാണെന്ന് പറഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുക. അപ്പൊ ഇതൊക്കെ ഈ ചേരി തിരിവിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഹരീഷ് പേരടി ഇട്ടതിന് ശേഷം പുള്ളിക്കാരന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൽ ഒരു തെറ്റില്ല, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നത്. അത്രത്തോളം മറ്റുള്ളവരുടെ പൊളിറ്റിക്കൽ വ്യൂ, അതുപോലെ തന്നെ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ, അതിനെല്ലാം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹതയില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ ഒരു വിഷയത്തെ പലരും കാണുന്നത്. ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു.
നമ്മുടെ തമിഴ്നാട്ടില് ഈ എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ഫോട്ടോയെ ചവിട്ടി കുറെ തമിഴന്മാർ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചവിട്ടി മെതിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. അപ്പൊ അതും എന്തൊരു നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു സിനിമയുടെ പേരിൽ ചേരിതിരിവ് സംഭവിക്കുകയാണ്. ആ സിനിമയിൽ പറയുന്ന ആശയം കൃത്യമാവാത്തതിന്റെ പേരിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ വരികയാണ്, ചർച്ചകൾ വരികയാണ്. ഇതിൽ ഏറ്റവും പിഴവ് പറ്റിയിട്ടുള്ള കാര്യം സെൻസർ ബോർഡിനാണ്. സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം, അതിനകത്ത് കൊണ്ടുവരുന്ന ആശയം എന്ന് പറയുന്ന കാര്യം ജനങ്ങളിലേക്ക് ഏത് വിധം എത്തുമെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ സെൻസർ ബോർഡ് ഈ ഒരു സംഭവത്തെ സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവ്. ഒരു സിനിമയുടെ ആശയം അല്ലെങ്കിൽ സന്ദേശം എങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്താന്ന് പോലും ചിന്തിക്കാതെയാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു വലിയ പിഴവാണ്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ ജനങ്ങളുടെ ഇടപെടൽ എന്ന് പറയുന്ന സംഭവം. ഇതിൽ ഞാൻ കണ്ട പ്രശ്നം ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരെയൊക്കെ സംഖ്യയാക്കി മാറ്റുക, ഒരാൾ തുറന്ന് സമ്മതിക്കാത്ത പറയാത്ത അയാളുടെ പൊളിറ്റിക്സ് ഇന്നതാണെന്ന് ആധികാരികമായിട്ട് സമർത്ഥിച്ചുകൊണ്ട് അയാളെ തെറി വിളിക്കുക, ഒരു മര്യാദയും ഇല്ലാതെ അയാളുടെ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെല്ലുക, നിങ്ങളുടെ പൊളിറ്റിക്സ് എനിക്ക് അറിഞ്ഞേ മതിയാവും എന്നുള്ള പിടിവാശി കാണിക്കുക. ഇത് സൗഹൃദങ്ങൾക്കിടയിലാണെങ്കിലും അപരിചിതരായിട്ടുള്ള മനുഷ്യർക്കിടയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ഈ സംഭവം ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു നമ്മൾ സിനിമയിൽ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പോലും ജനങ്ങൾ പോലും ഒട്ടും പക്വതയില്ലാതെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞത് കാരണം ഒന്നാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ ഈ സിനിമയുടെ റിവ്യൂ കാരണം ഞാൻ പോലും അറിയാതെ ഞാൻ സംഖ്യയായി മാറി. എനിക്കറിയാത്തൊരു രാഷ്ട്രീയം, എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത, ഞാൻ ഇന്നേ വരെ സ്വീകരിക്കാത്തൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്നെ പലരും അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വായനയും എൻ്റെ യുക്തി അനുസരിച്ചാണ് എൻ്റെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുക. അത് ഒരിടത്തും സ്ഥായിയായിട്ട് നിൽക്കില്ല. അത് സാഹചര്യം അനുസരിച്ച് ലേൺ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ഒന്നിന്റെയും ഭാഗമല്ല. ഒരാളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ചിന്തകളെ പണയം വെച്ചിട്ടില്ല, എൻ്റെ സിനിമ കാഴ്ചപ്പാടുകളെ പണയം വെച്ചിട്ടില്ല. സോ റിവ്യൂ പറഞ്ഞു, സിനിമ കാഴ്ചപ്പാടുകളെ ഞാൻ സംഘപരിവാറിന് മുമ്പിൽ പണയം വെച്ചു എന്ന് ആധികാരികമായിട്ട് സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന കാര്യം പോലും അല്ല, ഒട്ടും മര്യാദയില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോ സംഖ്യ ആവട്ടെ, കമ്മിയാവട്ടെ, ഏത് പൊളിറ്റിക്കൽ സംഭവം ആവട്ടെ, ആരായാലും ശരി മറ്റൊരാളുടെ പ്രത്യയശാസ്ത്രത്തെ വളരെ മാന്യമായിട്ട് പക്വമായിട്ട് ബഹുമാനത്തോടു കൂടി കാണാൻ പഠിക്കുക എന്ന് പറയുന്നതും സഹിഷ്ണുതയോടെ സമീപിക്കുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അതാണ് ഇവിടെ പലർക്കും ഇല്ലാത്തത്. അതുകൊണ്ടാണ് അഭിപ്രായം പറയുന്നവരെയൊക്കെ പിടിച്ച് എല്ലാവരും ചേർന്ന് സംഖ്യയാക്കി മാറ്റുന്നത്. അപ്പം എമ്പുരാൻ സിനിമയിൽ ഇനിയും വിവാദങ്ങൾ വരും, ഇനിയും സിനിമ ഈ പറയുന്ന പോലെ റീ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ വരും. ഈ ചർച്ചകൾ ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അഭിപ്രായങ്ങൾ പറയുന്നവരെയൊക്കെ സംഖ്യയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഏതായാലും എല്ലാവരും ഫാസിസ്റ്റ് ആണെന്നാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ആരും വലിയ കണക്കൊന്നുമല്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. സോ ഈ ഒരു വിഷയത്തിൽ ഈ സംഖ്യയാക്കി എന്നുള്ള സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്നെ സംഖ്യയാക്കി എന്നേ എനിക്ക് പറയാനുള്ളൂ.